ഹേ ഗസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെസ്റ്റ് റിയാക്ഷൻ ഗസ്. നമ്മൾ അങ്ങനെ കുറേ ഇടവേളൊക്കെ ഗസ് വീണ്ടും ഒരു ISL വീഡിയോ ഗസ്. ISL ഒരു ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഗസ്. ഇന്ന് നമുക്ക് സംസാരിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഗസ് ISL ഗസ് ഈ സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഇതുങ്ങൾക്കായിരുന്നു ഗസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗസ് ISL ഈ സീസൺ നടക്കൂല എന്നും ചിലർ നടക്കുന്നു ചിലർ നടക്കൂല അങ്ങനെയൊക്കെയാണ് ഗസ് ഇപ്പം പറയുന്നത്. ഇപ്പം ISLന്റെ കാര്യത്തിൽ ഗസ് മാർക്കസ് മെർഗോയോട് ചോദിച്ചപ്പോൾ ഗസ് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഡിസംബറിനുള്ളിൽ ഗസ് ISL നടക്കും, തീർച്ചയായും നടക്കും തന്നെയാണ് ഗസ് മനോള മാർക്കസ് പറയുന്നത്. പക്ഷെ ഗസ് അനക്ക് എന്തോ ഒരു ഉറപ്പുമില്ല. ISL ഇന്ത്യൻ ഫുട്ബോൾ ഗസ് ഇങ്ങനെ വളരാണ്ട് ഗസ് ഫുള്ള് ഇങ്ങനെ പോയി വരുന്നതാണ്. താഴോട്ടേക്കാണ് ഗസ് അവരെ വളർച്ച കഴിഞ്ഞ് വരുന്നത്. അതുമാത്രമല്ല ഗസ് ഈ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യൻ കോച്ചായിരുന്ന FC ഗോവയുടെ കോച്ചായ മനോള മാർക്കസ് ഗസ് ഇന്ത്യൻ കോച്ചിന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിവായിരുന്നു. പിന്നെ ഇന്ത്യക്ക് ഇനി ആരാ അടുത്ത കോച്ച് വേണ്ടി ഗസ് കുറേ എന്താ പറയുക ഗസ് കുറേ സംഭവങ്ങൾ നടന്നായിരുന്നു. സാവി ഗസ് ബാർസലോണ മുൻ കോച്ചായ സാവിയൊക്കെ ഇന്ത്യൻ ടീം കോച്ചായി വരുന്നു, അങ്ങനെയൊക്കെ കുറേ ഫേക്ക് ന്യൂസ് ഒക്കെ വന്നായിരുന്നു ഗസ്. അതിൻ്റെ അകത്ത് ഒരാളായിരുന്നു ഗസ് ഖാലിദ് ജമീൽ ഗസ്. ജംഷഡ്പൂർ FC-യുടെ ഇപ്പോഴത്തെ ജംഷഡ്പൂർ FC-യുടെ കോച്ചായ ഖാലിദ് ജമീൽ ഗസ് ഇന്ത്യൻ കോച്ചായിരിക്കുകയാണ്. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ഗസ്. സാവി അങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. പിന്നെ ഹബ്ബാസ മറ്റേ കുറേ പേര് വെച്ചാൽ കുറേ പേരുണ്ട് ഗസ്. മുൻ ഇന്ത്യൻ കോച്ചുമാരെ പേരൊന്നും കിട്ടില്ല ഗസ്. മുൻ ഇന്ത്യൻ കോച്ചുമാരെ അങ്ങനെ കുറേ ആളുണ്ട്. അതിപ്പോൾ ഖാലിദ് ജമീലിനാണ് ഗസ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഗസ് 3 ക്ലബ്ബുകൾ ISL ഇപ്പം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടാണ് ഫുള്ള് ഗസ്. ISL ചിലവർ പറഞ്ഞ് നടക്കും, ചിലവർ പറഞ്ഞ് നടക്കൂല. അപ്പം ഗസ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗസ് കുറേ ക്ലബ്ബുകൾ തങ്ങളുടെ പ്ലേയേഴ്സിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഏതാനും ദിവസത്തേക്ക് ഗസ്. കാരണം അവരുടെ അടുത്ത് വെറുതെ ഇങ്ങനെ പൈസ കൊടുക്കാൻ ഉണ്ടാകായിട്ടായിരിക്കും. ഒഡീഷ FC ISL നിന്ന് ഒഴിവാകുന്നു അറിയുന്നുണ്ട്. പിന്നെ ഒഡീഷ FC, ചെന്നൈയിൻ FC, ആ കൂട്ടത്തിൽ ഗസ് ഒരു പേരും കൂടി ഉണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് FC. ഇവരൊക്കെ ഇനി ISL ഉണ്ടാവില്ല എന്നാണ് ഗസ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവരൊന്നും ISL ഇല്ലെങ്കിൽ എന്താ ISL ഗസ് കാര്യം പറയാലോ. ചെന്നൈയിൻ FC ഒക്കെ ഇപ്പോൾ ഓൾറെഡി അവരെ പ്ലേയേഴ്സിനോട് പോകേണ്ടവർ പോയിക്കോന്ന് പറഞ്ഞിട്ടുണ്ട് ഗസ്. ചെന്നൈയിൻ FC-യോ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം. അങ്ങനെയാണ് ജീസസ് ജിംനസ് ഗസ് നമ്മുടെ സ്ട്രൈക്കറായ നമ്പർ 9 ജീസസ് ജിംനസ് അങ്ങനെയാണ് നമ്മുടെ ടീം വിട്ട് പോയത്. അതുപോലെ തന്നെ ഒഡീഷ FC ഗസ് തങ്ങളുടെ പ്ലേയേഴ്സിനൊക്കെ കുറേ പ്ലേയേഴ്സിനെ സസ്പെൻഡ് ചെയ്തു, കുറേ കോച്ചസിനെ സസ്പെൻഡ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ പോകുന്നത് ഗസ് സംഭവമൊക്കെ. പിന്നെ ഗസ് ISLന്റെ IFF ഗസ് ഒരു ചർച്ചക്ക് ഗസ് 8 ISL ക്ലബ്ബുകളെ വിളിച്ചിട്ടുണ്ട് ഗസ്. ആ 8 ക്ലബ്ബുകൾ ഗസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്, ബാംഗ്ലൂർ FC ഉണ്ട്, അങ്ങനെ കുറേ ക്ലബ്സ് ഉണ്ട്. 8 ക്ലബ്സ് ഉണ്ട് ഗസ് ISL കളിക്കുന്ന. അവർ ചർച്ചയൊക്കെ വിളിച്ചിട്ടുണ്ട് ഗസ്. ISLന്റെ പുരോഗതിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചയായിരിക്കാം. അപ്പം ഗസ് അത്രയും വിവരങ്ങളാണ് ഞാൻ പറയാൻ വന്നത് ഗസ്. എന്താ ഇനി തൊട്ട് ഗസ് ISLന്റെ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. ISL-ഉം പിന്നെ ഗസ് ഓൾ ഫുട്ബോൾ ഗസ് ലാലിഗ, പ്രീമിയർ ലീഗ് അങ്ങനെ ഫുള്ള് ഗസ് മൊത്തമായിട്ട് ഇതിൻ്റെ അകത്ത് ഇടാൻ ശ്രമിക്കുക ഗസ് ആവുന്നത്ര. അപ്പോൾ ഇതിനോട് എത്രയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ അടിപൊളി ഫുട്ബോൾ ന്യൂസൊക്കെ അറിയാണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ശേഷം ബെല്ലൈക്കൻ ഓൺ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ അയക്കുക. ബൈ.